ആവേശമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ. PV അൻവറിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി. അൻവർ വലിയ വഞ്ചന കാണിച്ചുവെന്നും അതുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി M സുരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PV അൻവറിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയുടെ ആശീർവാദത്തോടെയാണ് അൻവർ സ്ഥാനാർത്ഥിയാകുന്നതെന്ന് പാർട്ടി ദേശീയ നേതൃത്വം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അതേസമയം ജൂൺ 16-ന് മമതാ ബാനർജി കേരളത്തിലെത്തുമെന്നാണ് വിവരം. വിവാദമായ PV അൻവർ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിക്കാഴ്ചയിൽ രാഹുലിനെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ സന്ദർശിച്ചത് ശരിയായില്ലെന്നും UDF-ന്റെയോ നേതൃത്വത്തിന്റെയോ അറിവോടെയല്ല കൂടിക്കാഴ്ചയെന്നും സതീശൻ പറഞ്ഞു. പാർട്ടി അൻവറിനെ കാണാൻ നിർദ്ദേശിച്ചിട്ടില്ല എന്നും സൗഹൃദ കൂടിക്കാഴ്ചയായിരിക്കുമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. അതേസമയം പാർട്ടി തെറ്റാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതികരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് BJP സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് മുൻ നേതാവായി ഇദ്ദേഹം നിലമ്പൂർ സ്വദേശിയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതിക്ക് തൊട്ടു തലേന്ന് BJPയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. അതേസമയം മോഹൻ ജോർജ് കേരള കോൺഗ്രസ് നേതാവല്ലെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് നാളെ തുടക്കമാകും. കാലവർഷം ശക്തമായപ്പോൾ സ്കൂൾ തുറക്കുന്നത് നീളുമോ എന്ന ആശങ്കയുണ്ടായിരുന്നെങ്കിലും മഴ പിൻവാങ്ങിയതോടെ അത് മാറി. എന്നാൽ കാലവർഷക്കെടുതി സാരമായി ബാധിച്ച കുട്ടനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും. പുതിയ അധ്യയന വർഷത്തിലെ ആദ്യ അവധിയാണ് കുട്ടനാട്ടിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുട്ടനാട് താലൂക്കിലെയും പുറക്കാട് പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കുമെന്നാണ് അറിയിപ്പ്. വടകര പുതുപ്പണത്ത് 3 CPM പ്രവർത്തകർക്ക് കുത്തേറ്റു. CPM പുതുപ്പണം സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും വടകര നഗരസഭാ കൌൺസിലറുമായ KM ഹരിദാസൻ, വെളുത്തമല സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി പ്രവീൺ, വിബേഷ്, കല്ലായിന്റെ വീട് എന്നിവർക്കാണ് കുത്തേറ്റത്. പ്രദേശത്തെ വായനശാല അടിച്ചു തകർക്കാനുള്ള ശ്രമം ചോദ്യം ചെയ്തവർക്കാണ് കുത്തേറ്റതെന്ന് CPM ആരോപിക്കുന്നു. കോൺഗ്രസ് BJP പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM ആരോപിക്കുന്നുണ്ട്. പ്രദേശത്ത് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്നു. 24 മണിക്കൂറിനിടെ 368 കോവിഡ് കേസുകളാണ് വർദ്ധിച്ചിരിക്കുന്നത്. നിലവിൽ 3758 കോവിഡ് കേസുകളാണുള്ളത്. കേരളത്തിൽ 1400 ആക്റ്റീവ് കേസുകളുണ്ട്. 24 മണിക്കൂറിനിടെ 54 കോവിഡ് കേസുകളാണ് കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നത്. ബംഗാൾ മുഖ്യമന്ത്രി മമത ഓപ്പറേഷൻ സിന്ദൂറിനെ അപമാനിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തങ്ങൾ തകർത്തു. ബംഗാളിൽ BJP സർക്കാർ രൂപീകരിക്കും. നുഴഞ്ഞുകയറ്റം, അഴിമതി, ഹിന്ദുക്കളുടെ പലായനം എല്ലാം അവസാനിപ്പിക്കണം. മമതാ ബാനർജി മുഖ്യമന്ത്രിയായതിനു ശേഷം പശ്ചിമബംഗാളിൽ 100 കണക്കിന് BJP പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ദീദി ശ്രദ്ധിച്ചു കേൾക്കൂ, നിങ്ങളുടെ സമയം കഴിഞ്ഞു. 2026-ൽ BJP സർക്കാർ രൂപീകരിക്കും. BJP അധികാരത്തിലെത്തിയാൽ തങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദികളായവർ എവിടെ ഒളിച്ചാലും ശിക്ഷിക്കപ്പെടുമെന്നും അമിത്ഷാ പറഞ്ഞു.